Something's got a hold on me lately. No, I don't know myself anymore. Feels like the walls are all closing in. അങ്ങനെ നമ്മൾ ദുഷാൻബെ ടു ദുബായ് ഒരു യാത്ര പോവാണ് ഗായ്സ്. സോ ഹൈ ബീച്ച് ബൈ ടേക്ക് കെയർ. അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, നല്ല യാത്രയൊക്കെയായിരുന്നു. അങ്ങനെ നിള, അക്ഷത, പിന്നെ സീത എന്നെ കൊണ്ട് വിട്ടിട്ട് ഞാൻ നേരെ പറക്കാൻ പോകുന്നു ഗായ്സ്. സോ അകത്തെന്തായാലും വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. സോ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ ഫ്രണ്ടിലിരുന്ന ഒരു ക്യൂട്ട് കൊച്ചായിരുന്നു. നല്ല ഭംഗി അതിനെ കാണാൻ വേണ്ടിയിട്ട്. സോ ഞാൻ കുറേ നേരം, എനിക്ക് ആ ബസ്സിൽ ഒട്ടും ബോറടി ഇല്ലായിരുന്നു. സോ ലൈക്ക് അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പ്ലെയിനിലേക്ക് കയറി. പ്ലെയിൻ ആക്ച്വലി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലാഗായിരുന്നു. പിന്നെ സമോൺ എയർ സ്വാഭാവികമായിട്ടും ലേറ്റ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് പുതിയതായിട്ടൊന്നും തോന്നിയില്ല. സോ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അല്ലാതെ ആദ്യമായിട്ടാണ് ഞാൻ ദുബായിൽ ഒറ്റയ്ക്ക് പോകുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ ദുബായിൽ പോയത് 8th സ്റ്റാൻഡേർഡിലായിരുന്നു. അന്ന് അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോവുകയാണ്. സോ ആസ് യൂഷ്വൽ സമോണേറിയിൽ നിന്ന് കിട്ടുന്ന കട്ടൻ ചായയിൽ പാൽപ്പൊടി ഇട്ട് കുടിക്കുന്ന ഞാൻ. അത് കഴിഞ്ഞിട്ട് ലൈക്ക് എൻ്റെ അടുത്ത സീറ്റ് എന്തായാലും വേക്കൻ്റ് ആയിരുന്നു. അതുകൊണ്ട് സമാധാനത്തോടെ ഉറങ്ങാനും പറ്റി. സോ ഫ്ലൈറ്റ് ലാഗായിരുന്നത് കൊണ്ടുള്ള നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഇറ്റ് വാസ് ഫൈൻ ആക്ച്വലി. ദ ട്രിപ്പ് വാസ് ലൈക്ക് ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദുബായ് എത്താൻ നേരത്ത് ഇങ്ങനെ അതിമനോഹരമായൊരു സീൻ ഞാൻ ലൈക്ക് പ്ലെയിനിലിരുന്ന് കണ്ടു. സോ നല്ല ഭംഗിയായിരുന്നു. ലൈറ്റ്സ് എല്ലാം ഇട്ടിട്ട് ദുബായ് വാസ് ലുക്കിംഗ് ഓസം. ആൻഡ് ഓൾവേസ് ലൈക്ക് ദുബായ് ഈസ് ഓസം ഫോർ ഷുവർ, ബട്ട് സ്റ്റിൽ നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ ദുബായിൽ എത്തിച്ചേർന്നു എന്നുള്ള ഈ സാധനം കൂടെ കണ്ടപ്പോൾ എനിക്ക് പിന്നെ തൃപ്തിയായി. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഫുഡ് കഴിച്ച് നേരെ പോയത് ഷോപ്പിംഗ് ചെയ്യാനാണ്. കാരണം നാളെ ഞങ്ങൾ പോകാൻ വേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു കിട്ടു സ്ഥലമാണ് ഗായ്സ്. അപ്പോൾ ഇവിടെ കരാമ സെൻറ്ററിലാണ് എൻ്റെ അച്ഛൻ ജ്യോതിഷം നോക്കുന്നത് UAE വരുമ്പം. അപ്പോൾ ഇവിടെ തന്നെയാണ് ഞാൻ സ്റ്റേ ചെയ്യണത്. ഞങ്ങൾ ഇവിടെയാണ് പൊതുവെ സ്റ്റേ ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ എണീറ്റ് ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയിട്ട് നേരെ ദുബായിയുടെ വേറൊരു അറ്റത്തോട്ടാണ് പോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഈ ഹെക്റ്റിക് ഡേയ്സ് ഓഫ് ദുബായിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന ഒരു സ്പെഷ്യൽ സ്ഥലമാണ്. കാരണം ദുബായിൽ ദർ ആർ ലോട്ട് ഓഫ് ഐലൻഡ്സ് അതെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐലൻഡ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ദിസ് ഈസ് വോക്കോ മൊണാക്കോ. അവിടെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു 1 day a night സ്റ്റേ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുമ്പോഴേ നമുക്ക് ജ്യൂസ് അതേപോലെ ഇങ്ങനെ എന്തെങ്കിലും ഡാൻസ് ഒക്കെ അവിടെ കാണും. അപ്പം അതെല്ലാം നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലൈക്ക് ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയണത്. അപ്പോൾ ഈ ഐലൻഡ് ഇങ്ങനെ കിടക്കുവാണ്. ലൈക്ക് ഒത്തിരി ഒന്നുമില്ല, ബട്ട് ആവശ്യത്തിന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഐലൻഡാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ റൂമിലെത്തി. നേരെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു റൂമായിരുന്നു സത്യം പറഞ്ഞാൽ. ലൈക്ക് അയൺ ബോക്സ് ആണെങ്കിലും ബാത്ത് ടവലാണെങ്കിലും അതേപോലെ ബാത്റൂമൊക്കെ നൈസാണ്. അവരുടെ സർവീസ് ആണെങ്കിലും ആക്ച്വലി നൈസാണ് വോക്കോ മൊണാക്കോയിൽ. ആൻഡ് പിന്നെ ഇതാണ് ബാത്റൂം. അപ്പോൾ എല്ലാം ജസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു. മിററുണ്ട് ആൻഡ് നമുക്ക് ബാത്ത് ചെയ്യാനുള്ള സ്പേസ് അവർ തന്നെ എല്ലാ സാധനങ്ങളും പ്രൊവൈഡ് ചെയ്യുമായിരുന്നു നമുക്ക്. അത് കഴിഞ്ഞ് നേരെ പിന്നെ ഒരു ലൈക്ക് ബെഡാണെങ്കിലും എല്ലാം TV ആണെങ്കിലും ഉണ്ട്. എവറിത്തിങ് വാസ് ജസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ പിന്നെ ഒരു ബാൽക്കണിയിൽ നമുക്ക് നല്ല വ്യൂ ആണ്. ഞങ്ങൾ ആക്ച്വലി പൂൾ വ്യൂ ആണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. സോ ഇവിടെ എൻഡ്ലെസ് ആയിട്ട് ഫുഡും ഡ്രിങ്ക്സും അവൈലബിൾ ആണ്. കാരണം നമ്മൾ പ്രീമിയം ബുക്കിംഗ് ആയിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് ആക്ച്വലി റെയിനി സ്ട്രീറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ 24 മണിക്കൂറും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും. നല്ല രസമാണ്. ഫോട്ടോ ആണെങ്കിലും എല്ലാം നല്ല രസമാണ് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുമായിരിക്കും ആ സമയത്ത് അവിടെ. അങ്ങനെ ഞങ്ങൾ കുറച്ചൊരു ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഫുഡെല്ലാം ആവശ്യത്തിന് എൻഡ്ലെസ് ആണല്ലോ, കുറേ വാരിയെടുത്ത്. പക്ഷേ അതൊന്നും നമ്മൾ മൊത്തത്തിൽ കഴിച്ചില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പോൾ പെപ്പറേറ്റ ദെൻ റൈസ്
ദെൻ സൂപ്പ്, ഇതൊക്കെയാണ് ഞങ്ങൾ ആക്ച്വലി ഓർഡർ ചെയ്തത്. സൂപ്പ് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. പിന്നെ അവിടെ ഇന്ന് ഫോട്ടോഷൂട്ടും മഴയും ഒക്കെയായി നൈസായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കാനും എസ്പെഷ്യലി ഫോർ കപ്പിൾസ്, അതേപോലെ ഗേൾസ് ട്രിപ്പ്, ബോയ്സ് ട്രിപ്പ്, ഇതിനൊക്കെ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് പ്ലേസ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് അതേപോലെ ഇങ്ങനെ നടക്കാം. ലൈക്ക് സോളോവിനേക്കാളും കുറച്ചും കൂടെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കപ്പിൾസായിട്ട് പോകണത്, അല്ലെങ്കിൽ ഗേൾസ് ട്രിപ്പ് ഓർ ബോയ്സ് ട്രിപ്പ്. ഇതിന് ഓസം പ്ലേസ് ആണ്. ആൻഡ് പിന്നെ കുറച്ച് സ്പേസ് അവിടെ ഉണ്ട്, ഇതേപോലെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ എൻട്രി ആ ഒരു സ്ഥലത്ത്. അപ്പം അവിടെ എന്താ പറയുക, ഇറ്റ്സ് ജസ്റ്റ് ദ ബെസ്റ്റ് പ്ലേസ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. രാത്രിയിൽ ഇങ്ങനെയാണ്, രാത്രി ആവാറായിക്കൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് ഏകദേശം സെറ്റിങ്സ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, ലൈറ്റ്സ് എല്ലാം ഓണായി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് അവിടെ നിന്ന് ആസ്വദിക്കാൻ എനിക്ക് പറ്റി എന്തായാലും. കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനെ തനിച്ചിരുന്ന് ഈ സൺസെറ്റൊക്കെ ഒന്ന് കാണാനും അതൊക്കെ ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് ജസ്റ്റ് അവിടെ ഒരു താഴത്ത് ഒരു പബ്ബുണ്ട്. അപ്പം അവിടെ ചെന്ന് ലൈക്ക് എല്ലാവരും, ബട്ട് അവിടെ അത്ര ഹെക്റ്റിക് ആയിരുന്നില്ല ആൾക്കാരുടെ. നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. രാത്രി കഴിഞ്ഞു. അടുത്ത ദിവസം ഞങ്ങൾ നേരെ വീണ്ടും എൻഡ്ലെസ് ഫുഡിലേക്ക് വന്നു. ഫുഡാണ് മെയിൻ, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് അതാണ് മെയിൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എൻഡ്ലെസ് ആണ്, സോ നമുക്ക് എത്ര വേണമെങ്കിലും പിക്ക് ചെയ്യാം. സോ അങ്ങനെ ഞങ്ങൾ പാവ് ബജി അതും ഇതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഇറങ്ങി. ഇനി നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ട് കാത്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ബോട്ട് വന്നു, നേരെ അതിൽ കയറിയിട്ട് നേരെ നമ്മൾ തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ്, വീണ്ടും ആ ഹെക്റ്റിക് ലൈഫിലേക്ക്. അത് കഴിഞ്ഞ് നേരെ ഞാൻ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കിയുള്ള വിവരങ്ങൾ നെക്സ്റ്റ് വ്ലോഗിൽ. ബൈ.